ഓം കൂജന്തം രാമ രാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. ചിത്സ്വരൂപികളായ ആത്മഭാവങ്ങളെ രാമന്റെ അയനത്തിലൂടെ എന്ന പരമ്പരയിൽ ഇന്ന് നമ്മുടെ ചിന്താവിഷയം സീതാന്വേഷണം. പ്രിയരെ, മാരീചവധം കഴിഞ്ഞു മടങ്ങുന്ന രാമൻ വഴിയിൽ വെച്ച് തന്നെ തേടി വരുന്ന ലക്ഷ്മണനെ കാണുന്നു. രാവണൻ കൊണ്ടുപോയത് മായാസീതയാണെന്ന പരമാർത്ഥമൊന്നും ഇതുവരെ ലക്ഷ്മണൻ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ദുഃഖം അഭിനയിക്കുക തന്നെ എന്ന് രാമൻ മനസ്സാൽ നിരൂപിച്ചു. പർണശാലയിൽ സീതക്കാരാണ് തുണയെന്ന് ചോദിച്ച രാമനോട് അവിടെ നടന്ന കാര്യങ്ങൾ ലക്ഷ്മണൻ പറഞ്ഞുകൊടുത്തു. സ്ത്രീകളുടെ വാക്കുകൾ കേൾക്കുന്നവൻ ഭോഷനാണെന്ന് നിനക്കറിയാത്തതാണോ ലക്ഷ്മണ എന്ന് ചോദിച്ചുകൊണ്ട് രാമൻ ലക്ഷ്മണനെ കുറ്റപ്പെടുത്തി. പിന്നീട് ദുഃഖാക്രാന്തനായി നടിച്ച് വിലപിച്ചുകൊണ്ട് സീതയെ തിരയാൻ തുടങ്ങി. മരങ്ങളോടും വള്ളികളോടും പൂക്കളോടുമൊക്കെ വിലപിച്ച് സംസാരിക്കുന്ന രാമനെ നമുക്കവിടെ കാണാൻ കഴിയും. അങ്ങനെ ചരിക്കുന്ന നേരത്ത് രാവണന്റെ തേരുടഞ്ഞതിന്റെ ഭാഗങ്ങളും വലിയ യുദ്ധം നടന്നതുപോലെ പരിസരവും കണ്ടു. തൊട്ടുപുറകെ ചിറകറ്റി കിടക്കുന്ന ജടായുവിനെ കണ്ട് ഏതോ രാക്ഷസനാണ് സീതയെ തിന്ന ശേഷം വിശ്രമിക്കുകയാണെന്ന് കരുതി കൊല്ലാനൊരുങ്ങുമ്പോൾ താൻ ജടായുവാണെന്നും രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ തടഞ്ഞതിന് അവൻ തന്റെ പക്ഷങ്ങൾ അരിഞ്ഞു വീഴ്ത്തിയതാണെന്നും മറ്റുമുള്ള വൃത്താന്തങ്ങൾ രാമനെ ധരിപ്പിക്കുന്നു. അതിനുശേഷം ജടായു ശ്രീരാമനെ സ്തുതിക്കുന്നുണ്ട്. ഇതാണ് ജടായു സ്തുതി. പിന്നീട് രാമന്റെ മടിയിൽ തലവെച്ച് കിടന്നുകൊണ്ട് ജടായു കാലഗതി പ്രാപിച്ചു. രാമലക്ഷ്മണന്മാർ ജടായുവിന് അന്ത്യകർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ച ശേഷം യാത്ര തുടർന്നു. പിന്നീട് രാമലക്ഷ്മണന്മാർ കണ്ടുമുട്ടുന്നത് കബന്ധനെയാണ്. വയറിൽ തലയും യോജന നീളമുള്ള കൈകാലുമുള്ള ഒരു ഭീകര ജീവിയുടെ രൂപമാണ് കബന്ധന്. അഷ്ടാവക്രനെ കളിയാക്കിയതിനാൽ ലഭിച്ച ശാപം മൂലം ഈ രൂപത്തിലായിത്തീർന്ന ഒരു ഗന്ധർവനാണ് അയാൾ. കാലും തലയുമില്ലാത്ത ആ ഭീകര സത്വം അവരെ പിടിക്കാനായി നീളമുള്ള കൈകൾ നീട്ടി. അപ്പോൾ അവരോരോരുത്തരായി ഓരോരോ കൈകൾ ഛേദിച്ചു. തന്റെ കൈകൾ മുറിക്കാൻ ശക്തരായ നിങ്ങൾ ആരാണെന്ന് രാക്ഷസന്റെ ചോദ്യത്തിന് മറുപടിയായി അവർ തങ്ങളുടെ വൃത്താന്തമെല്ലാം അറിയിച്ചു. ഇത് കേട്ടിട്ടും കബന്ധനും തന്റെ പൂർവ്വ ജന്മവൃത്താന്തം അവരോട് പറഞ്ഞു. തന്റെ ശരീരം ദഹിപ്പിച്ചാൽ സീതയെ കണ്ടെത്താനുള്ള മാർഗങ്ങൾ പറഞ്ഞുതരാമെന്നും വാക്കുകൊടുത്തു. അതുപ്രകാരം ചിതകൂട്ടി കബന്ധ ശരീരം അവർ ദഹിപ്പിച്ചു. അപ്പോൾ കബന്ധ ശരീരത്തിൽ നിന്ന് ഉയർന്ന ഗന്ധർവൻ രാമനെ സ്തുതിക്കുകയും മുമ്പിലായുള്ള മതംഗാശ്രമത്തിൽ ശബരി എന്ന താപസി രാമനെ ധ്യാനിച്ചിരിക്കുന്നുണ്ടെന്നും അവളെ ചെന്നു കണ്ടാൽ എല്ലാ വൃത്താന്തവും ചൊല്ലിത്തരുമെന്നും സീതയെ എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് അയാൾ ഗന്ധർവലോകത്തേക്ക് യാത്രയായി. സ്നേഹപൂർവം രഞ്ജൻ കയനാട്.